Hello everyone, welcome to E-Rise product training video. My name is Shine, work here as sales executive in Muscat. Today I am going to introduce you our product RiseWave Pod 3. E-Rise കുടുംബത്തിലെ one of our prestigious product ആണ് RiseWave Pod 3. അത് മാത്രമല്ല ഒമാൻ മാർക്കറ്റിലെ എല്ലാ കമ്മ്യൂണിറ്റികൾക്കിടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് RiseWave Pod 3. അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിന് പോലും ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സഹായിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് Pod 3. മെയിൻ ഫങ്ഷൻസ് വരുന്ന ഇതാണ്. ആദ്യം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാം, ഫങ്ഷൻസ് ഏതാണെന്നുള്ളത് പറയാം, അതിനുശേഷം അതിനെക്കുറിച്ച് നമുക്ക് എലാബറേറ്റ് സംസാരിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ വരുന്നത് 10mm ഡ്രൈവേഴ്സ് ആണ്, രണ്ടാമത്തേത് ഡ്യുവൽ മാസ്റ്റർ ആണ്, മൂന്നാമത് വരുന്നത് ENC ആണ്, നാലാമത്തേത് 400 mAh ബാറ്ററി ആണ്, അഞ്ചാമത്തേത് നോയ്സ് ക്യാൻസലേഷൻ, 6 Type C ഫാസ്റ്റ് ചാർജർ, ഡ്യുവൽ കോഡ് മൈക്ക് ആണ്, ലാസ്റ്റ് വരുന്നത് 45mm അൾട്രാ ലോ ലേറ്റൻസി ആണ്. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻസിനെ കുറിച്ച് കുറച്ചുകൂടെ എലാബറേറ്റ് സംസാരിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 10mm ഡ്രൈവ് ആണ്. നമുക്ക് ഇപ്പം കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ഫിസിക്സ് രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് സംസാരിക്കേണ്ടി വരുന്നത്. പക്ഷെ അത്ര ഡീപ്പായിട്ട് നമ്മൾ പോകണ്ട. നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്ത് സൗണ്ടിലേക്ക് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ 10mm ഡ്രൈവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഡ്രൈവിന്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഡ്രൈവ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചില സമയത്ത് നമ്മളൊരു നോർമൽ ബഡ്സ് യൂസ് ചെയ്യുമ്പം ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ബാസ് കൂടുതലായിരിക്കും, വോയിസ് കുറവായിരിക്കും, അല്ലെങ്കിൽ വോയിസ് കൂടുതലായിരിക്കും, ബാസ് കുറവായിരിക്കും. എന്നാൽ ഈ ഒരു ഡ്രൈവർ ഉള്ളത് കൊണ്ട് തന്നെ ബാസും സൗണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഈക്വൽ ലെവലിൽ പോകും. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ചിലയിടത്ത് ഇപ്പം ഒരു സിനിമ കാണുന്നു, ഭയങ്കരമായിട്ട് ഫൈറ്റ് ഉണ്ടാവും. ഫൈറ്റിന്റെ ആ ഒരു ബാസ് നമുക്ക് ഭയങ്കരമായിട്ട് മുഴങ്ങും, പക്ഷെ ഡയലോഗ്സ് നമുക്ക് വളരെ കേൾക്കാത്തൊരവസ്ഥ വരാം. അപ്പം അതിൽ നിന്നൊരു മാറ്റത്തിന് വേണ്ടി എന്താണോ നമുക്ക് കേൾക്കേണ്ടതും ആക്ഷനും സൗണ്ടും ബാസും എല്ലാം ലെവലായിട്ട് പോകും. അടുത്ത ഫംഗ്ഷനിലേക്ക് പോകാം. ഡ്യുവൽ മാസ്റ്റർ ആണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഒരു ലോക്കൽ ബഡ്സ് യൂസ് ചെയ്യുന്നു, എല്ലാവരും രണ്ടെണ്ണം യൂസ് ചെയ്യത്തില്ല. അതായത് ഓൾമോസ്റ്റ് പലരും ഇപ്പം നമ്മൾ കിടക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വൺ സൈഡ് ആയിരിക്കും നമ്മൾ ബഡ്സ് യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നോർമൽ ബഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും വൺ ആയിരിക്കും പ്രൈമറായിട്ട് വരുന്നത്. ഈ പ്രൈമറായിട്ട് വരുന്നത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കോൾ വന്നു, നമ്മുടെ ചെവിയിൽ ഇരിക്കുന്നത് റൈറ്റ് സൈഡ് ആയിരിക്കാം, പക്ഷേ ആ ഫംഗ്ഷൻ വരുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പം നമ്മൾ കോൾ ചെയ്യുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. നമ്മളപ്പം മറ്റേ ബഡ്സും എടുത്ത് ചെവി വെക്കേണ്ടി വരും. ഈ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ സിംഗിളും, അതായത് രണ്ട് ബഡ്സും പ്രൈമറി തന്നെയാണ്. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ENC ആണ്. ENC യെ കുറിച്ച് പറയുമ്പം കുറച്ചുകൂടെ ഡീപ്പായിട്ട് കാര്യങ്ങൾ നമ്മൾ പറയണം. അതായത് ഇന്നത്തെ സിറ്റുവേഷനിൽ, അതായത് ഇന്നത്തെ ഒരു പുതിയ ജനറേഷൻ ഗ്യാപ്പിൽ നമുക്ക് ENC വളരെ ഒരു അത്യാവശ്യ ഘടകമാണ്. അതായത് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ട്രാഫിക്കിൽ നിൽക്കുകയാണ്, ഒരു ട്രാഫിക്കിൽ നമ്മൾ സംസാരിക്കുന്ന ഉടനെ നമ്മുടെ ഓപ്പോസിറ്റ് ആരാണ് സംസാരിക്കുന്നത്, നമ്മളൊരാളെ കോൾ ചെയ്യുന്നു, അവിടെ ഒരാൾക്ക് നമ്മൾ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാറില്ല. എന്താണ് വ്യക്തമല്ലല്ലോ, നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള സൗണ്ട് മൊത്തം നമുക്ക് കേൾക്കുന്നൊന്നും വ്യക്തമല്ലെന്ന് പലരും നമുക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഈ ENC എന്ന ഫംഗ്ഷൻ പറയുന്നത് എൻവിറോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ. അതായത് തന്നെ ഇപ്പൊ ഈ ഒരു ഫോട്ടോ സൂചിപ്പിക്കുന്നുണ്ടോ, ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുന്നു, നമ്മുടെ വണ്ടികളുടെ സൗണ്ട് ഉണ്ടാവാം, വ്യക്തികളുടെ സൗണ്ട് ഉണ്ടാവാം, അങ്ങനെ ഒത്തിരി നോയിസ് ഉണ്ടാവും. നമ്മൾ സംസാരിക്കുന്നത് എതിരെ നിൽക്കുന്നവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. ഈ ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താണോ പറയുന്നത് ബാക്കിയുള്ള എല്ലാ സൗണ്ടും നോയിസും കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് മാത്രമായിരിക്കും എതിരുള്ളവർ കേൾക്കുക. ഈ ഒരു പോഡിന്റെ മെയിൻ ഒരു ഫംഗ്ഷനാണ് ഇത് ENC എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയുള്ള എൻവിറോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ. ഇതെപ്പോഴും ഓർത്ത് വെക്കുക. മെയിൻ ഫംഗ്ഷൻ ആണ്. പുറത്തുള്ള സൗണ്ടുകളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് നമുക്ക് ആരാണോ സംസാരിക്കുന്നത് അങ്ങോട്ട് ക്ലിയർ ആയിട്ട്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ അല്ല, ഇതിൻ്റെ അകത്ത് ഇൻബിൾട്ട് ആയിട്ട് തന്നെ വരുന്ന ബാറ്ററിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 400 mAh ബാറ്ററിയാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലിഥിയം പോളിമർ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 6 to 8 മണിക്കൂർ വരെ നമ്മൾ ആ സിംഗിൾ ടൈമിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 6 to 8 മണിക്കൂർ വരെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നോർമലി ആരും അങ്ങനെ അത്രയും ബൾക്കായിട്ട് യൂസ് ചെയ്യാറില്ല. ഒരു ഫിലിം കാണണമെങ്കിൽ പോലും ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3.5 മണിക്കൂറാണ്, അത്രയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്. പക്ഷേ നമ്മുടെ പോഡ് പ്രൊവൈഡ് ചെയ്യുന്നത് 6 to 8 മണിക്കൂർ വരെ, അതായത് സിംഗിൾ ചാർജ് ചെയ്തതിൽ കണ്ടിന്യൂസ് ആയിട്ട് 6 to 8 മണിക്കൂറാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു നോർമൽ കസ്റ്റമറുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ നീഡ്സും ഇത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. നോയിസ് ക്യാൻസലേഷൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. അതായത് നമ്മൾ ഓൾറെഡി ENC യെ കുറിച്ച് സംസാരിച്ചു. അതായത് നമ്മൾ സംസാരിക്കുന്നത് എതിർദിശയിലുള്ള നമ്മൾ ആരാണോ വിളിക്കുന്നത് അവർക്ക് കേൾക്കേണ്ടത് ക്ലിയർ ആയിട്ട് കേൾക്കേണ്ടത് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്കാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്രൗഡിന്റെ ഇടയ്ക്ക് നിന്ന് നമ്മളൊരാളെ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന ഉടനെ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കണം. അതായത് നമുക്കിപ്പം സറൗണ്ടിങ്സിലെ സൗണ്ട് കൊണ്ട് നമ്മൾ കേൾക്കുന്നത് വ്യക്തമാകാറില്ല. അപ്പം ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് ANC എന്ന് പറയുന്നത്, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള സൗണ്ട് ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് എന്താണോ നമ്മുടെ മൊബൈലിൽ നമ്മൾ എന്താണോ കേൾക്കുന്നത് അത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കുന്ന ഒരു ഫംഗ്ഷനാണ് ANC എന്ന് പറയുന്നത്. ഇതൊരു മെയിൻ ഫംഗ്ഷനാണ് ANC, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ.
വാട്ടർ റെസിസ്റ്റന്റ് അറിയാമല്ലോ. നമുക്ക് ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം ഒരു വിദേശത്തുള്ളവരാണെങ്കിൽ ജിമ്മിൽ പോകുന്നവരുണ്ടാവാം, സൈക്കിൾ റൈഡിന് പോകുന്നവരുണ്ടാവാം. അപ്പം ഒരിക്കലും ഇത് വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യും, നമ്മൾ ബഡ്സ് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് അധികമായ സ്വെറ്റ് വരാം, ഓരോരുത്തരുടെ ശാരീരിക പ്രകൃതി അനുസരിച്ചാണ്. അതുപോലെ ഒരു ബൈക്ക് റൈഡ് പോകുന്നവരുടെ ചെറിയ ചാറ്റിൽ മഴ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു പരിധി വരെ വെള്ളത്തിനെ ഉള്ളിലേക്ക് കടത്തി വിടാതിരിക്കാനുള്ള സഹായമാണ് വാട്ടർ റെസിസ്റ്റന്റ്. ഒരു പരിധി വരെ വളരെ മികച്ച രീതിയിൽ നമുക്ക് ആ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. മൂവ് ടു ദ നെക്സ്റ്റ് ഫംഗ്ഷൻ. ടൈപ്പ് സി ഫാസ്റ്റ് ചാർജർ ആണ്. ഇപ്പൊ അറിയാലോ, ഇപ്പം യൂണിവേഴ്സലി ഇപ്പൊ ടോട്ടലി ടൈപ്പ് സിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഐഫോൺ പോലും ടൈപ്പ് സിയിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു. നമ്മളും കൊടുത്തിരിക്കുന്നത് ടൈപ്പ് സി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാർജ് വളരെ ഫാസ്റ്റ് ആയിരിക്കും കയറാൻ കഴിയുന്നത്. ഡ്യുവൽ കോഡ് മൈക്ക്. ഈ ഡ്യുവൽ കോഡ് മൈക്കിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ഓൾറെഡി ENCയും ANC കുറിച്ച് സംസാരിച്ചു. എന്താണ് ENC എന്നും ANC നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ഫംഗ്ഷനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, അതിനൊരു കുറച്ചുകൂടെ പവർ കൊടുത്ത് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഡ്യുവൽ കോഡ് മൈക്ക്. അതായത് നോർമൽ ഒരു പോഡില് നോർമലി ഉണ്ടാവുക ഒരു സിംഗിൾ ബഡിൽ ഒരു മൈക്ക്, ഇപ്പുറത്തൊരു മൈക്ക്, ടോട്ടലി 2 മൈക്ക്. പക്ഷേ നമ്മുടെ പോഡ് 3-ലുള്ളത് സിംഗിൾ 2 മൈക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന സൗണ്ടുകൾ ക്യാച്ച് ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ, അതായത് 2 മൈക്കാണ് ഉള്ളത്, അതിൽ ഒന്നിന്റെ ഫംഗ്ഷൻ എന്ന് പറയുക പുറത്തുനിന്നുള്ള നോയ്സുകൾ മൊത്തം ക്യാച്ച് ചെയ്ത് അത് അവിടെ ഹോൾഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്താണോ പറയുന്നത് അത് സെക്കൻഡറി മൈക്കിലൂടെ അപ്പുറത്തേക്ക് പോകും. അപ്പം ENC ആണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചത്. ENC എൻവയോൺമെന്റ് നോയിസ് ക്യാൻസലേഷൻ, അതിനെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ ഫംഗ്ഷനാണിത് ഡ്യുവൽ കോഡ് മൈക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, ഒരു ബട്ടി 2 മൈക്ക്, ടോട്ടലി 4 മൈക്ക്. നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് രണ്ടും പ്രൈമറി ആണ്. നമ്മൾ എന്താണോ സംസാരിക്കുന്നത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആ നോയ്സുകൾ മൊത്തം ഒരു മൈക്ക് ക്യാച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് അപ്പുറത്തുള്ളവർക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് കോളിംഗ് വളരെ ക്ലിയർ ആയിരിക്കും, വ്യക്തവുമായിരിക്കും. ഇനിയുള്ളത് 45mm അൾട്രാ ലോ ലേറ്റൻസി ആണ്. ഈ PUBG ഗെയിം കളിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫ്രീ ഫയർ കളിക്കുന്നവർക്കും അറിയാം, ഒരു ലോക്കലായിട്ടുള്ള ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നവരുടെ ഒരു ഗെയിമിന്റെ കാര്യം പറയും. നമ്മളൊരു ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫയർ ചെയ്യുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്, പക്ഷെ അതിന്റെ സൗണ്ട് നമുക്ക് വരുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. അത് ഈ PUBG പോലുള്ള ഗെയിമുകളൊക്കെ അത്രയ്ക്കും ഹൈ GB കൺസീവ് ചെയ്യുന്നതാണ്. അപ്പം അതിന്റെ ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ബഡ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് സ്പോട്ടിൽ തന്നെ, അതായത് നമ്മൾ ഫയർ ചെയ്യുന്നു, ആ ഫയർ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ആ സൗണ്ട് നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഉൾപ്പെടുത്തിയ ബഡ്സിൽ മാത്രമേ അത് കേൾക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ബഡ്സിൽ അത് കൃത്യമായിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുന്ന ഉടനെ അത് വ്യക്തമായിരിക്കും, ആ സ്പോട്ടിൽ തന്നെ സൗണ്ട് കറക്റ്റ് കേൾക്കാൻ കഴിയും. ഇനി ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻസിനെ കുറിച്ച് എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു സെല്ലിംഗ് പോയിന്റ്സിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ENC ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്, അതുപോലെ തന്നെ ANC സെല്ലിംഗ് പോയിന്റ് ആണ്, ബാറ്ററി ബാക്കപ്പ് സെല്ലിംഗ് പോയിന്റ് ആണ്, നമ്മുടെ കോഡ് മൈക്ക് ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്. അതൊരു വളരെ മികച്ചൊരു ഫംഗ്ഷൻ ആണത്. 1-2 മൈക്ക് ഉള്ളത്. അതായത് ഇപ്പോൾ ഈ ബംഗ്ലാദേശ് എല്ലാ കമ്മ്യൂണിറ്റിയും, ഒരാളായിട്ട് ഇപ്പോൾ പറയുന്നില്ല, മൊത്തം കമ്മ്യൂണിറ്റിയും കോൾ ചെയ്യുന്ന ഉടനെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എതിരുള്ളവർക്ക് വ്യക്തമായിട്ട് കേൾക്കാത്തൊരു ഫംഗ്ഷൻ പല ബഡ്സിലും പലരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. നമ്മുടെ ബഡ്സിൽ കോളിങ്ങിലും ഗെയിമിങ്ങിലും ഇനിയിപ്പോൾ നമ്മൾ കേൾക്കുന്ന എന്തിനായാലും അതിനെല്ലാം വളരെ ബെറ്റർ ആയിരിക്കും നമ്മുടെ ബോർഡ്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി, അതായത് ഒമാൻ TRA, നമ്മുടെ ഇറൈസ് കുടുംബത്തിലെ എല്ലാ ബ്ലൂടൂത്ത് ഡിവൈസുകളും ഒമാൻ TRA അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണ്. എന്താണ് ഒമാൻ TRA എന്നുള്ളത് ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. അതായത് ഒരു ബ്ലൂടൂത്ത് ഡിവൈസുകളെല്ലാം ഒരു കൺട്രിയിലേക്ക് എത്തുമ്പോൾ, ഏത് കൺട്രി ആയാലും അത് അതായത് ഗവൺമെന്റുകൾ അത് ചെക്ക് ചെയ്ത് ഇത് ശരീരത്തിന്, അതായത് ബ്ലൂടൂത്ത് ആണല്ലോ, റേഡിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പം അത് ശരീരത്തിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ദോഷം ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാ നാട്ടിലും അവരൊരു ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുക. അതുപോലെ തന്നെ ഒമാനി ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഒമാൻ TRA. അപ്പോൾ നമ്മുടെ ഇറൈസ് കുടുംബത്തിലെ എല്ലാ പ്രൊഡക്റ്റുകളും ഒമാൻ TRA അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണ്. സോ ഇത്രയാണ് ഇതിന്റെ പോഡ്3യുടെ ഫംഗ്ഷൻസ്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ കേട്ടവർക്കും എന്നെ കണ്ടവർക്കും താങ്ക് യു ഫോർ ഹിയറിംഗ് മീ, താങ്ക് യു ഫോർ വാച്ചിങ് മീ.